സുഹൃത്തുക്കളെ, ഒരു സൂത്രമുണ്ട്, അപർണക സൂത്രം എന്ന് പറഞ്ഞിട്ട്. ഈ സൂത്രത്തിൽ 4 തരത്തിലുള്ള വ്യക്തികളെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ചില വ്യക്തികൾ അവർ സ്വയം അവരെ തന്നെ കഷ്ടപ്പെടുത്തുന്നു, വേറൊരു വ്യക്തികൾ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു, വേറൊരു വ്യക്തികൾ സ്വയവും മറ്റുള്ളവരെയും ഒരുമിച്ച് കഷ്ടപ്പെടുത്തുന്നു, നാലാമത്തെ വ്യക്തികൾ സ്വയം കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ ആദ്യം പറഞ്ഞ വ്യക്തി സ്വയം കഷ്ടപ്പെടുന്നു. അതെന്താണ്? കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ ചെയ്യുന്നവർ സ്വയം കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നവർ അതാരാണ്? അതായത് ഈ ആടിനെ കൊല്ലുന്നവർ, മാട്ടിനെ കൊല്ലുന്നവർ, കോഴിയെ കൊല്ലുന്നവർ, ഈ രീതിയിലുള്ള ആൾക്കാർ മറ്റുള്ള പ്രാണികളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആൾക്കാർ തന്നെയും മറ്റുള്ളവരെയും ഒരുമിച്ച് കഷ്ടപ്പെടുന്നവർ. അത് ചില രാജാക്കന്മാർ അല്ലെങ്കിൽ നല്ല കഴിവുള്ള വ്യക്തികൾ, അവർ പണ്ട് യാഗങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും ഇത്ര ആടുകളെ എല്ലാം ബലി കഴിക്കണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അത് ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വയം കഷ്ടപ്പെടുന്നവരും ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തുന്നവരും. അങ്ങനെയുള്ള മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം സ്വയം കഷ്ടപ്പെടുത്തുന്നില്ല, ബാക്കിയുള്ളവരും കഷ്ടപ്പെടുത്തുന്നില്ല. അതാരാണ്? ബുദ്ധധർമ്മം ഫോളോ ചെയ്യുന്ന ഭിക്ഷുക്കൾ. അവർ സ്വയവും കഷ്ടപ്പെടുന്നില്ല, ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല.